അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രമിച്ചാൽ ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് 2 പുതിയ ടോപ്പിക്കിനേക്കാളും ഇവിടെ മാർക്ക് നേടിയെടുക്കാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ഇതായതുകൊണ്ട് തന്നെ അപ്പം ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ അടുത്ത് വരികയാണ്. ആ ഒരു പരീക്ഷയിലേക്കുള്ള ബ്ലൂ പ്രിൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, എല്ലാ പരീക്ഷയുടെയും അവസാന ടൈമിൽ ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഒരു അവസ്ഥയിൽ, ആ ഒരു ടൈമിൽ, ആ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ പറഞ്ഞു തരുന്നതാണ് ഈ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നന്നായിട്ട് ഒരു ഫൈനൽ റിവിഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മികച്ച മാർക്കും റാങ്കും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലെവൽ പരീക്ഷകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചരിത്രത്തിലെടുക്കുകയാണെങ്കിൽ മൊത്തം 28 ടോപ്പിക്കുകൾ നിങ്ങളുടെ സിലബസ് പഠിക്കാനുണ്ട്. ഞാനതിലൊരു 12 ടോപ്പിക്കുകൾ മാത്രമാണ് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. നിങ്ങൾ സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആ ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ചരിത്രത്തിൽ ആകെ 5 മാർക്കാണ്. ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും കേരള ചരിത്രവും കൂടി 5 മാർക്കാണ്. അതിന് 28 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു അവസാനത്തെ റിവിഷൻ സമയത്ത് അതൊരു 12ലേക്ക് ചുരുക്കിയിട്ട് അവിടെ നിന്നൊരു 4-5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? എത്രയോ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ? ബാക്കിയുള്ള എത്ര ടോപ്പിക്കുകളാണ്? യെസ്. അപ്പം നോക്കിയേ, അതിലൊന്നാമത്തത് യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും അതിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാരൊക്കെയാണ് കൂടുതൽ വരിക. ദെൻ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യ കേരള പ്രസ്ഥാനം. ഈ 3 ടോപ്പിക്കുകളാണ് കേരള ചരിത്രത്തിൽ ഞാൻ തരുന്നത്. ദെൻ ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം, ദെൻ INC, പിന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും, പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പുനഃസംഘടന, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിലൊക്കെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പിന്നെ ഇത്രയും ഇന്ത്യ ചരിത്രത്തിൽ. പിന്നെ ലോക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ലോക ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്കുകളും, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇത്തരം പരീക്ഷകൾ ആവർത്തിച്ച് വരുന്നത്. ചെറിയൊരു എണ്ണത്തിലുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ ഉണ്ടാവാറുള്ളൂ പൊതുവെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ 3-4 സമരങ്ങൾ അല്ലെങ്കിൽ 3-4 വിപ്ലവങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ചോദ്യവും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ ലാസ്റ്റിലത്തെ ആ ടോപ്പിക് ഉണ്ടല്ലോ UNO മുതലായിട്ടുള്ള മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് മൊത്തം ചരിത്രത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ഭൂമിശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മൊത്തം 42 ടോപ്പിക്കുകളുണ്ട്. പൊതുഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം. ഈ 42-ൽ വെറും 14 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരുന്നത്. അതായത് 1/3 ഭാഗം മാത്രമാണ്. 1/3 ഭാഗം കവർ ചെയ്തിട്ട് അവിടെ നിന്നുള്ള മാക്സിമം മാർക്ക് 5 മാർക്കല്ലേ, ആ 4-5 മാർക്ക് അവിടെ കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ തരുന്ന ബ്ലൂ പ്രിന്റുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വിനിയോഗിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ആദ്യ റാങ്കിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അത് പലയിടത്തും അവർ പറഞ്ഞിട്ടുള്ളത്. വളരെയധികം എനിക്ക് പേഴ്സണലായിട്ട് എന്നെ സംബന്ധിച്ചൊരു PSC ട്രെയിനർ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ആ ഒരു ബ്ലൂ പ്രിന്റ്, ആ ഒരു അനുഭവ സമ്പത്തിൻ്റെ പുറത്ത് കൊടുക്കുന്ന ആ ഒരു ബ്ലൂ പ്രിന്റ് ഉദ്യോഗാർത്ഥികളുടെ റാങ്കിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ, ദെൻ അപ്പോൾ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ ഘടന, അന്തരീക്ഷമർദ്ദവും കാറ്റും, ഇത് അന്തരീക്ഷ പാളികൾ എന്നുള്ള ടോപ്പിക്കാണ്. പിന്നെ അന്തരീക്ഷമർദ്ദവും കാറ്റും, അതേപോലെ തന്നെ ആഗോളതാപനം, അങ്ങനെ അന്തരീക്ഷമർദ്ദവും കാറ്റും അതിൻ്റെ കൂടെ മഴയും അതുകൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ദെൻ ആഗോളതാപനം, പിന്നെ മാപ്പുകൾ, അതിലുള്ള അടയാളങ്ങൾ, കാര്യങ്ങൾ. ദെൻ സമുദ്രചലനങ്ങൾ, അടുത്ത കാലത്ത് ഇമ്പോർട്ടൻസ് കൂടി വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സമുദ്രചലനങ്ങൾ, ഇതൊക്കെ പൊതു ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളാണ്. ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭജന മേഖലയാണ് ഇമ്പോർട്ടൻറ്റ്. അതെല്ലാം തന്നെ അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും നല്ലത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ അധികം വിടുക. ഓക്കെ, ഉത്തരപർവ്വത മേഖല, പിന്നെ നദികൾ, ഇന്ത്യ കേരളം രണ്ടും നോക്കി വെക്കുക. അതോടെ ആ ടോപ്പിക് അവിടെ പൂർത്തിയായി. ദെൻ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, നമ്മുടെ തീരസമതലം, പിന്നെ കാലാവസ്ഥ. ഓക്കെ, പിന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, പിന്നെ ഗതാഗതം. ഓക്കെ, അത് എല്ലാതര ഗതാഗത സംവിധാനങ്ങളും. ഇത്രയും ടോപ്പിക്കുകളാണ് 42-ൽ 14 ടോപ്പിക്കുകളാണ് തന്നിട്ടുള്ളത്. ഈ ടോപ്പിക്കുകൾ പഠിക്കുക. ദെൻ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ധനതത്വശാസ്ത്രത്തിൽ 9 ടോപ്പിക്കുകളാണ്. ഈ എക്കണോമിക്സും ഭരണഘടനയൊക്കെ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ മാർക്കിനനുസരിച്ച്, അതായത് ടോപ്പിക്കിൻ്റെ എണ്ണം എത്രയുണ്ടോ ഏകദേശം അത്ര തന്നെ മാർക്കുണ്ട്.
9 ടോപ്പിക് ഉണ്ട് 5 മാർക്ക് ഉണ്ട്. അതാണ്. മറ്റേത് അതല്ല, 42 ടോപ്പിക് എന്നാണ് 5 മാർക്ക്, മറ്റിടത്തിൽ 28 ടോപ്പിക് എന്നാണ് 5 മാർക്ക്. അപ്പോൾ മാർക്ക് കൊയ്തെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഏരിയ ആണിത്. അതുകൊണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ എണ്ണം മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പറ്റുമെങ്കിൽ 9 ടോപ്പിക് അങ്ങ് പഠിച്ച് വെക്കുക, കാരണം മാർക്ക് പോകാതെ നോക്കാമല്ലോ. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്കുകൾ ഞാൻ സെലക്ട് ചെയ്തതാണ്. പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ഉണ്ടാവും. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും റിസർവ് ബാങ്ക്, ഹരിത വിപ്ലവം. ഇപ്പം എല്ലാ പരീക്ഷയിലും ഉണ്ടാവാറുണ്ട് ഹരിത വിപ്ലവം, നീതി ആയോഗ്. 2 മാർക്ക് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ബാക്കി 3 മാർക്കാണ് ഈ എല്ലാ ടോപ്പിക്കുകളിലായിട്ട് കിടക്കുന്നത്. പറ്റുമെങ്കിൽ 9 നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഒരു രക്ഷയില്ലെങ്കിൽ ഈ 5 എണ്ണെങ്കിലും നന്നായിട്ട് റിവിഷൻ ചെയ്താൽ അവിടെ മാക്സിമം മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി ഭരണഘടന 11 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, 8 മാർക്ക് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇവിടെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനം ഈ 11 ടോപ്പിക്കുകൾ അങ്ങോട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനം. ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ അവിടെ മാക്സിമം ഡ്രോപ്പ് ചെയ്യുക. പക്ഷേ ഇവിടെ ബുദ്ധിപൂർവമായിട്ട് എടുക്കേണ്ട തീരുമാനം മാക്സിമം ഫുള്ള് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 11 എണ്ണത്തിൽ 9 എണ്ണമാണ് അവിടെ സെലക്ട് ചെയ്ത്, 2 ടോപ്പിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന 9 എണ്ണം സെലക്ട് ചെയ്താണ്. 8 മാർക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, റിട്ടുകൾ കൂടെ നോക്കി വെക്കുക. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക ചുമതലകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഓരോ ഘടകങ്ങൾ, അതിൽ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഒക്കെയാണ് കൂടുതൽ ചോദിക്കുക കേട്ടോ. ദെൻ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ, പിന്നെ ലിസ്റ്റുകൾ. ഈ 9 ടോപ്പിക്കുകളാണ്. 2 ടോപ്പിക്കുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള 2 ടോപ്പിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ 11 ടോപ്പിക്ക് നോക്കുന്നതാണ് അവിടെ ബെറ്റർ. ദെൻ കേരള ഭരണ സംവിധാനത്തിൽ വെറും 3 മാർക്കേ ഉള്ളൂ, 14 ടോപ്പിക് ഉണ്ട്. അവിടെ സെലക്റ്റീവ് സ്റ്റഡി തന്നെയാണ് ഏറ്റവും ബെറ്റർ. 3 മാർക്കിന് വേണ്ടി 14 ടോപ്പിക്കും പഠിക്കുന്നതിന് പകരം ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കുകൾ. സംസ്ഥാന സിവിൽ സർവീസ്, വിവിധ കമ്മീഷനുകൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം. ഓക്കെ, നിങ്ങൾ 14 ടോപ്പിക്കും പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫൈനൽ റിവിഷനിൽ ഇനി ഈ 4 ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും സയൻസിലൊക്കെ മാർക്ക് കുറവാണ്. നമുക്ക് 4 മാർക്കേ ഉള്ളൂ, 7 ഏരിയ ആണുള്ളത്. 7 ഏരിയ എന്ന് പറഞ്ഞാൽ 6 ഏരിയ പ്ലസ് 1 എന്ന് കണക്കാക്കണം. ഈ 6 ഏരിയകളെല്ലാം കൂടെ ചേർന്നുള്ള അത്രയും പഠിക്കാനുണ്ട് ഈ ഒരു ഒറ്റ ഏരിയയിൽ. ആ ഒരു ഒറ്റ ഏരിയ ഏതാണ്? ഹ്യൂമൻ ബോഡി എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലെങ്കിൽ സയൻസ് അത്രയും പ്രശ്നമാണ്. ഹ്യൂമൻ ബോഡി ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി അതിൽ കളിക്കാതെ അത് അങ്ങോട്ട് ഫുള്ള് വിടുക. എന്നിട്ട് ബാക്കി 6 ടോപ്പിക്കുകൾ മാക്സിമം നന്നായിട്ട് പഠിച്ചുറപ്പിച്ച് അവിടെ നിന്ന് മാർക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനം. ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങൾ എന്നുള്ളതാണ് ഒരു ടോപ്പിക്ക്. രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതാണ് 2ാമത്തെ ടോപ്പിക്ക്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് 3ാമത്തെ ടോപ്പിക്ക്. ദെൻ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള 4ാമത്തെ ടോപ്പിക്ക്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും 5ാമത്തെ ടോപ്പിക്. ഇതാണ് 5 ടോപ്പിക്കുകൾ ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, 7 എണ്ണത്തിൽ. ഓക്കെ, ഒന്ന് വ്യത്യാസം ഉണ്ടല്ലോ, ജീവകങ്ങൾ അപര്യാപ്തം 2, 3, 4. ഓക്കെ, യെസ്. പിന്നെ ആരോഗ്യ വിജ്ഞാനം എന്നുള്ള ടോപ്പിക്കും മനുഷ്യ ശരീരം എന്നുള്ള ടോപ്പിക്കാണ്. അത് 2 ഡ്രോപ്പ് ചെയ്തിട്ട് 5 ടോപ്പിക്ക് ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ 6ാമത്തെ ടോപ്പിക് ഹ്യൂമൻ ബോഡി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അതിൽ നിങ്ങൾ ഓൾറെഡി അത്യാവശ്യമൊക്കെ ധാരണ ഉണ്ടെങ്കിൽ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, രക്തം അല്ലെങ്കിൽ രക്തപര്യായന വ്യവസ്ഥ, ഇത്രയും സാധനം എന്തായാലും നോക്കി വെക്കുക. ഇതിൻ്റെ എത്രയോ മടങ്ങ് ഇനിയും പഠിക്കാനുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് മിനിമം നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. അതാണ് ജീവശാസ്ത്രത്തിൻ്റെ കാര്യം. ഇനി ഭൗതിക ശാസ്ത്രവും നമുക്ക് ആകെ 3 മാർക്കേ ഉള്ളൂ. അവിടെ ഭൗതിക ശാസ്ത്രത്തിൽ എന്താണ് 13 ടോപ്പിക്കുകൾ, 8 മൊഡ്യൂളുകളാണ്. 8 മൊഡ്യൂളുകളിലായിട്ട് 60 ടോപ്പിക്കുകളുണ്ട്. ചെറിയ ടോപ്പിക്കുകൾ എണ്ണുകയാണെങ്കിൽ 60 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. 8 മൊഡ്യൂൾസ് ആണ്. 1, 2, 3 പറഞ്ഞ 8 മൊഡ്യൂളുകൾ. ആ 60 ടോപ്പിക്കുകളിൽ ഞാൻ മൊത്തത്തിൽ ഒരു 13 ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. 3 മാർക്കേ ഉള്ളൂ. ഓക്കെ, യെസ്. ഏതൊക്കെയാണ്? ഒന്ന് അളവുകളും യൂണിറ്റുകളും എന്നുള്ള ടോപ്പിക്ക്. പിന്നെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ, ആക്കം എന്നുള്ള കാര്യം, ആക്കം P = mv എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. 3ാമത്തെ ടോപ്പിക്ക് പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് ലെൻസുകൾ, ദർപ്പണം, പിന്നെ R = 2f എന്നുള്ള ആ ഒരു വെച്ചുള്ള കണക്ക്, പിന്നെ വിവിധ പ്രതിഭാസങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, വൈദ്യുത കാന്തിക സ്പെക്ട്രം, പിന്നെ ഗുരുത്വാകർഷണ ബലം ആ ഒരു ടോപ്പിക്ക്, അതിൽ ജിയുടെ മൂല്യം ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെടുന്ന കാര്യങ്ങൾ, പിന്നെ പ്രവൃത്തി, ഊർജം, പവർ എന്നുള്ള ആ ഒരു ടോപ്പിക്ക്, പിന്നെ ഒരു എന്താണ് ദ്രവബലങ്ങളുടെ ടോപ്പിക് ഉണ്ട്. അതിൽ കുറേ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിൽ സബ് ടോപ്പിക്, അതിൽ ആർക്കിമിഡീസ് തത്വവും പാസ്കൽ നിയമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം പരീക്ഷയിൽ വരാം. ഓക്കെ, ഇത്രയുമെങ്കിലും ഫിസിക്സിൽ പഠിച്ചു വെക്കുക, അവിടെ നിന്നുള്ള 3 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കെമിസ്ട്രിയിലും ഇതേപോലെ തന്നെ 3 മാർക്കാണ്. ആകെ 3 മൊഡ്യൂളാണുള്ളത്. പക്ഷേ 3 മൊഡ്യൂളുകളിലായിട്ട് 21 ടോപ്പിക്കുകൾ അവിടെ ഉണ്ട്.
അതിലൊരു 5 ടോപ്പിക്ക് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് തരാം. ഒന്നാമത്തെ ടോപ്പിക്ക് അതിൽ സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക്ക് ഇതിനായിട്ടുള്ള ആറ്റം എന്നുള്ളതാണ്. പിന്നെ വാതക നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തന പട്ടിക എന്നുള്ള ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ള ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആസിഡും ആൽക്കലിയും pH മൂല്യവും എന്നുള്ള ടോപ്പിക്ക്. ഓക്കെ, അതാണ് കെമിസ്ട്രിയുടെ കാര്യം. അല്ലാതെ മൊത്തം നമ്മൾ പഠിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഈ 21 ടോപ്പിക്കുകളിൽ ഈ 5 ടോപ്പിക്കുകളൊന്ന് സെലക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഗുണകരമായിട്ട് മാറും. ഓക്കെ, ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ള വലിയ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. കണ്ടോ നിങ്ങൾ, 30 ടോപ്പിക്കുകൾ ഉണ്ട് അവിടെ. സബ് ടോപ്പിക്കുകളൊക്കെ എണ്ണി നോക്കുകയാണെങ്കിൽ 30 എണ്ണം ഉണ്ട്. 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ഒരു 9 എണ്ണത്തിലേക്ക് പഠനം ചുരുക്കുകയാണ്. ഓക്കെ, ആ 9 ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. പ്രശസ്ത കലാകാരന്മാർ, പിന്നെ ട്രോഫികൾ, അത് ഏത് സ്പോർട്സ് ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ ഓരോ സ്പോർട്സ് ഇനങ്ങളിലെയും പദങ്ങൾ, കളികളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന പദങ്ങൾ, പിന്നെ ഒളിമ്പിക്സ്, ദെൻ സാഹിത്യ പ്രസ്ഥാനങ്ങൾ. ഒളിമ്പിക്സിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ നേട്ടങ്ങളാണ് പ്രാധാന്യം. പിന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിലെ ആദ്യ കൃതികളും അതിൻ്റെ കർത്താക്കന്മാരും, പിന്നെ എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും എന്നുള്ള ടോപ്പിക്ക്, പിന്നെ പ്രധാന കൃതികളുടെ വരികൾ, അതാരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളെങ്കിലും മിനിമം നിങ്ങൾ നോക്കി വെക്കുക. അത് വിശാലമായിട്ടുള്ള ഏരിയ ആണ്. അവിടെ നിങ്ങൾ ഒരു കൃതി കർത്താവൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തീരുമോ? എത്ര പഠിച്ച് തീർത്താലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് അറിയാത്ത ചോദ്യങ്ങൾ തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും ടോപ്പിക്കുകളെങ്കിലും അവിടെ ഒന്ന് കവർ ചെയ്ത് പോവുക. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം 10 മാർക്കാണ് നമുക്ക് കറണ്ട് അഫേഴ്സിന് മൊത്തം ഉള്ളത്. 100-ൽ പരം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ അവിടെ പഠിക്കാനുണ്ട്. ഇത് ഓൾറെഡി ഞാനിപ്പോൾ തൊട്ട് മുമ്പേ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആനുകാലികത്തിൻ്റെ തന്നിട്ടുണ്ട്. അതേ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും. അതായത് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഇവിടെയൊക്കെ കറണ്ട് അഫേഴ്സ് ഏകദേശം സമാനമായിട്ടുള്ളതാണ് ടോപ്പിക് ഏരിയകൾ. ഓക്കെ, അപ്പോൾ ആ ഏരിയകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2024, 25, 26 വർഷങ്ങളിൽ 100-ാം വാർഷികം, 150-ാം വാർഷികം, 125-ാം വാർഷികം, 25-ാം വാർഷികം, ഇങ്ങനെ 125-ാം വാർഷികം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന പല സംഗതികളുണ്ടാവും. അപ്പോൾ അത്തരം ചരിത്ര സംഭവങ്ങൾ നോക്കി വെക്കുക. പിന്നെ ചുഴലിക്കാറ്റുകൾ, ISROയുടെ നേട്ടം എന്തായാലും ഒരു ചോദ്യം കറണ്ട് അഫേഴ്സിൽ ഉറപ്പായിരിക്കും. പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളും സംസ്ഥാന സർക്കാർ പദ്ധതികളും, ഏറ്റവും പുതിയ പദ്ധതികളും കാര്യങ്ങളും, പിന്നെ ഓരോ കമ്മീഷനുകളും അതിൻ്റെ അധ്യക്ഷന്മാരും, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നൊബേൽ സമ്മാനം കഴിഞ്ഞ പ്രാവശ്യത്തവും ഇപ്രാവശ്യത്തവും നോക്കുക. ഓക്കെ, ദെൻ പദവികളും നിയമനങ്ങളും, ഇന്ത്യയിലെ സുപ്രധാന പദവികൾ, അതൊക്കെ ആരാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകളും കാര്യങ്ങളും. പിന്നെ ദിനാചരണങ്ങൾ, പ്രമേയം, പ്രത്യേക ദിനാചരണങ്ങൾ തന്നെ കറണ്ട് അഫേഴ്സ് ആയിട്ട് വരാം. ആ മാസങ്ങളിലാണല്ലോ, അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അടുത്ത മാസങ്ങൾ, ഇതിനടുത്തുള്ള മാസങ്ങൾ മാത്രമല്ല, അത് ജനുവരി ടു ഡിസംബർ എന്നുള്ള രീതിയിൽ എല്ലാ ദിനാചരണങ്ങളും പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ പ്രമേയങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ. അപ്പോൾ ശരിക്കും കറണ്ട് അഫേഴ്സ് ആയി. ഇനി പ്രമേയം ചോദിക്കണമെന്നൊന്നുമില്ല. എന്താണ് ഇന്ന ദിനം അല്ലേ, എന്തായിട്ടാണ് ആചരിക്കുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട് കറണ്ട് അഫേഴ്സിലെ ചില ചോദ്യങ്ങൾ. ദെൻ പ്രധാന കൂട്ടായ്മകൾ, അതിൻ്റെ ആസ്ഥാനം എവിടെ ആണ്, ഏറ്റവും ലാസ്റ്റ് സമ്മേളനം എവിടെ നടന്നിരിക്കുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ സൂചികകൾ, നീതി ആയോഗ് അങ്ങനെയുള്ള അവരിറക്കുന്ന സൂചികകൾ, അതല്ലാത്ത മാനവ വികസന സൂചിക, അങ്ങനെയുള്ള സൂചികകൾ. ദെൻ അവാർഡുകൾ, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിലെ അവാർഡുകൾ. ഇത്രയും ആണ് കറണ്ട് അഫേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ. 10 മാർക്കാണുള്ളത്. ഈ 11 ടോപ്പിക്ക് നോക്കിയാൽ തന്നെ അവിടെ നമുക്കൊരു 8 മാർക്കെങ്കിലും മിനിമം ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യമാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനാണ്. 4 മൊഡ്യൂളുകളാണ്. 4 മൊഡ്യൂളുകൾ 5 മാർക്ക് വീതം, 20 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. അപ്പം പലരെയും സംബന്ധിച്ച് പ്രിസൺ ഓഫീസർ ആയതുകൊണ്ട് തന്നെ, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആയതുകൊണ്ട് തന്നെ ജയിൽ അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടനയും കാര്യങ്ങളും ഒരു ടോപ്പിക്കായിട്ടൊരു മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു മൊഡ്യൂൾ, അത് രണ്ടാമത്തെ മൊഡ്യൂൾ ഇത്, മൂന്നാമത്തെ മൊഡ്യൂൾ ഇത്, ഇങ്ങനെ 4 മൊഡ്യൂളുകളാണുള്ളത്. ഇതിൽ നിങ്ങളുടെ ഒരു പഠനത്തിൽ എന്തെങ്കിലും മുന്നനുഭവങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ടോപ്പിക്ക്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലേ, അത് നിങ്ങൾക്ക് കുറച്ച് ധാരണയുള്ള ഒരു ടോപ്പിക്കാണ്. പല പരീക്ഷകൾക്ക് വേണ്ടിയും മറ്റും സുപ്രധാന നിയമങ്ങളിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ മറ്റു പല പരീക്ഷകൾക്ക് നോക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ വിവരാവകാശ നിയമവും. സുപ്രധാന നിയമങ്ങളിൽ ഇതാണ്, 5 ടോപ്പിക്കുകളിൽ ഇതാണ്, വിവരാവകാശ നിയമമാണ്. അതുകൊണ്ട് അതും നിങ്ങൾ മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രമിച്ചാൽ ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് 2 പുതിയ ടോപ്പിക്കിനേക്കാളും ഇവിടെ മാർക്ക് നേടിയെടുക്കാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ഇതായതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നോക്കുക. 20 മാർക്കിൻ്റെ ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് റിവിഷൻ ചെയ്യാം. പക്ഷേ ഈ 2 ഏരിയ എന്നുള്ള 10 മാർക്ക്
നിർണായകമാണ്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മുൻ അനുഭവം കൂടെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക് കൈകാര്യം ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെ വരുന്നു. ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആയിട്ട് കുറച്ച് പരീക്ഷകൾ അടുത്ത കാലത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും ഒരു പരിധി വരെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്നത് നല്ലതാണ്. ഒരു 5-10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. വളരെ അപൂർവമായിട്ട് ചില ചോദ്യപേപ്പറുകളിൽ മാത്രമാണ് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണാറുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ശ്രമിക്കുക. ബ്ലൂ പ്രിൻ്റ് നിങ്ങളൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ റൂമിൽ വെച്ചേക്കുക. അതിലുള്ള ടോപ്പിക് എല്ലാം തീർത്ത് വെച്ചോ. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരവസരം ഉണ്ടാവും എന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ വന്ന് താങ്ക് യു സർ എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നുള്ളത് എനിക്കുറപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ ഒരു സാധനം പഠിച്ചുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു സ്മരണ നിങ്ങളെ മനസ്സിൽ, നിങ്ങൾ പറയണ്ട, നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും എന്നെ പോലെയുള്ള ഒരു അധ്യാപകൻ ധന്യനായി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്നെ പോലെയുള്ളവർക്ക് ഇപ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്